നാളിത്രയുമായി രാജസ്ഥാൻ റോയൽസിന്റെ നട്ടെല്ല് CSK ക്യാമ്പിലേക്ക് വരുമ്പോൾ ക്യാമ്പിൽ വന്ന നിമിഷം തൊട്ട് അതിനുശേഷമുള്ള പ്രാക്ടീസ് സെഷനുകൾ വരെ എല്ലാം ഒപ്പിയെടുത്ത CSK മാനേജ്മെന്റിനെ കണ്ടു. സഞ്ജു സാംസണെ എന്ത് രീതിയിലുള്ള വരവേൽപ്പാണോ കൊടുക്കേണ്ടത് ആ റിസപ്ഷൻ തന്നെ CSK കൊടുത്തിട്ടാണ് സഞ്ജു സാംസണെ CSK ക്യാമ്പിലേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷമുള്ള നെറ്റ് പ്രാക്ടീസുകളിലൊക്കെ തന്നെ ധോണിയും സഞ്ജുവുമായിട്ടുള്ള കോൺവെർസേഷൻസ് ആയിക്കോട്ടെ, ഏറ്റവും ഒടുവിൽ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നടത്തിയ റോർ 2026 എന്ന പരിപാടിയിൽ സഞ്ജുവിന് കൊടുത്ത റിസപ്ഷൻ ആയിക്കോട്ടെ, എല്ലാം കൊണ്ടും ഒരു സഞ്ജു സാംസണെ ഒരു ചിഹ്നത്തല എന്ന രീതിയിൽ എങ്ങനെയാണോ സുരേഷ് റെയ്നയ്ക്ക് കൊടുത്തിരുന്നത് അതേപോലെ ഒരു റിസപ്ഷനാണ് കൊടുക്കുന്നത്. സഞ്ജുവിൻ്റെ ചിഹ്നത്തല എന്നൊന്നും വിളിക്കാനുള്ള ഉദ്ദേശിക്കുന്നത് ഉറപ്പായിട്ടും റെയ്നയുടെ കൈകളിൽ തന്നെയാണ്. പക്ഷേ സഞ്ജുവിൻ്റെതായ ഒരു ലെഗസി CSKയിൽ ഇനി വരും വർഷങ്ങളിൽ കൊണ്ടുവരാൻ പോകുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. മാനേജ്മെൻറ്റ് കൃത്യമായി എടുത്തിരിക്കുന്ന ഒരു ഡെസിഷൻ, ഒരു പക്ഷേ CSK മാനേജ്മെൻറ്റുകൾ അടുത്ത വർഷങ്ങളിൽ എടുത്ത ഏറ്റവും ബെസ്റ്റ് ഡെസിഷനാണ് സഞ്ജു സാംസണെ റോപ്പിൻ ചെയ്യുക എന്നുള്ളത്. അതിന് ആർക്ക് പകരമായിട്ടാണ് വരുന്നത്? സാക്ഷാൽ മഹേന്ദ്ര സിംഗ് ധോണിക്ക് പകരമായിട്ടാണ് വരുന്നത്. മഹേന്ദ്ര സിംഗ് ധോണിക്ക് പകരം എങ്ങനെയാണ് സഞ്ജു സാംസൺ വരാൻ പോകുന്നത് എന്നൊരു ചോദ്യമായിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്. സ്വാഭാവികമായിട്ടും ധോണിയുടെ ലെഗസിക്കൊത്ത് സഞ്ജു വരുമെന്നോ എന്നതിനെ സംബന്ധിച്ച് ഒന്നുമല്ല പറയുന്നത്. പക്ഷേ CSKയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും നാളെ വിക്കറ്റ് കീപ്പിങ്ങിന് പുറകെ ഒരു അമാനുഷികനെ പോലെ, ഒരു റോബോട്ടിനെ പോലെ നിന്നുകൊണ്ടിരുന്ന ധോണിയെ പകരം ആര് വരുമെന്നുള്ള ചോദ്യം ഒരു പക്ഷേ ഒരു അൺക്യാപ്ഡ് പ്ലെയറിനെ വെച്ചുകൊണ്ട് CSKയ്ക്ക് അങ്ങനെ മുന്നോട്ട് പോകാനൊന്നും കഴിയില്ല. വളരെ നിർണായകമായ ഒരു പ്ലെയർ, ഒരു പക്ഷേ നിലവിൽ T20s ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഒരു വിക്കറ്റ് കീപ്പർ പ്ലെയർ തന്നെ വേണം CSKയ്ക്ക് ആ ഒരു വിടവ് നികത്താൻ. അവിടെ നിന്നുകൊണ്ടാണ് ധോണിയുടെ പരിക്ക് പോലും ഒരു പക്ഷേ CSK ആരാധകർക്ക് വലിയ വിഷമം ഉണ്ടാക്കാത്ത കാര്യം, മറുഭാഗത്ത് ധോണി പരിക്ക് വന്നാലും കുഴപ്പമില്ല, വിക്കറ്റ് കീപ്പിങ്ങിൻ്റെ പുറകിൽ സഞ്ജു സാംസൺ ഉണ്ടല്ലോ എന്നൊരു ആത്മവിശ്വാസവും ധൈര്യവും CSK ആരാധകർക്ക് നിൽക്കുന്നത്. ധോണിക്ക് പരിക്കുണ്ടെങ്കിൽ പോലും സ്വാഭാവികമായിട്ട് ധോണി ബാറ്റ് ചെയ്യാൻ കഴിയുന്നത് കാണാൻ കഴിയില്ല, ധോണി ഫീൽഡ് ചെയ്യുന്നത് കാണാൻ കഴിയില്ല എന്നുള്ള വിഷമം ഉണ്ടെങ്കിൽ പോലും അത് ടീമിനെ ബാധിക്കില്ല എന്ന ആളുകൾക്കുണ്ടാകുന്ന വിശ്വാസം ഈ മനുഷ്യൻ്റെ മേലിൽ, സഞ്ജു സാംസണിൻ്റെ മേലിൽ നിൽക്കുകയാണ്. ഓഫ് കോഴ്സ് 97, 89, 89 എന്ന അവസാനത്തെ 3 ഇന്നിങ്സുകൾ സഞ്ജുവിന് ഉണ്ടാക്കുന്ന ഒരു പേസ് ഒരു പക്ഷേ ലൈഫ് ടൈം ഫോമിൽ നിൽക്കുകയാണ്. നെച്ചിൽ പോലും അതിഗംഭീരമായി ടൈം ചെയ്യുന്നത് കാണുന്നുണ്ട്. സ്റ്റീഫൻ ഫ്ലിപ്പിംഗ് എന്ന കോച്ച് ഉൾപ്പെടെ സഞ്ജുവിന് കൊടുക്കുന്ന ഡയറക്ഷൻസും കൃത്യമായിട്ട് രീതിയിൽ തന്നെയാണ് CSK പകർത്തുന്നത്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് മനസ്സിലാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരത്തിൽ ഒരു വൈകാരികമായ നിമിഷത്തെക്കാളുപരി CSK എന്ന മാനേജ്മെൻറ്റ് മുന്നോട്ട് വയ്ക്കുന്ന ഫോർമുലകളുടെ അടിസ്ഥാനത്തിൽ പ്ലെയർ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് കൃത്യമായ ധാരണ ഉണ്ടാക്കാൻ പോലും കഴിയുന്ന ഒരു മത്സരമായിരിക്കും ഇന്നത്തെ മത്സരം. അതുകൊണ്ട് തന്നെയാണ് ഫ്രം ദ സ്റ്റാർട്ട് ആദ്യത്തെ മത്സരം തൊട്ട് തന്നെ ഒരു ഇമ്പാക്റ്റ് സഞ്ജുവിന് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അത് CSK മാനേജ്മെൻറ്റിന് മാത്രമല്ല ഫാൻസിനിടയിൽ പോലും ഒരു വലിയ ഹോപ്പ് സൃഷ്ടിക്കാൻ കഴിയും. ആദ്യത്തെ 2 ആഴ്ച ധോണി കളിക്കില്ല എന്നത് വ്യക്തമാകുന്നതോടുകൂടി ഒരു പക്ഷേ ഒരു 5 or 6 മത്സരങ്ങൾ ധോണി CSKയ്ക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ മത്സരങ്ങൾ കളിക്കില്ല. അപ്പോൾ ആ സാഹചര്യം മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ സഞ്ജുവിന് ആ പൊസിഷൻ കീപ്പ് ചെയ്യുക എന്നത് വളരെ നിർണായകമാണ്. ആ പൊസിഷൻ എന്താണ്? ധോണി മിഡിൽ ഓവേഴ്സിൽ കൊടുക്കുന്ന പൊസിഷൻ അല്ല. CSKയ്ക്ക് കഴിഞ്ഞ 2 വർഷമായിട്ട് അലട്ടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പവർ പ്ലേസിൽ റൺസ് ഇല്ലാത്തത് ആണ്. എന്തുകൊണ്ട് ആദ്യത്തെ 6 ഓവറുകൾ CSK പതിയെ കളിക്കുന്നു എന്നത് വളരെ നിർണായകമായ ഒരു ചോദ്യമായിരുന്നു. ഗെയ്ക്വാദിന് ഉൾപ്പെടെ നേരിടേണ്ടി വന്ന ചോദ്യം അതായിരുന്നു. പക്ഷേ ഇവിടെ CSK കാൽക്കുലേറ്റ് ചെയ്യുന്നതും പവർ പ്ലേസിൽ മാക്സിമം റണ്ണ് നേടുക എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് സഞ്ജു സാംസന്റെ ആദ്യത്തെ ദൗത്യം സഞ്ജു അവിടെ നിറവേറ്റിയാൽ CSK ആരാധകർക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഫ്രീ സ്പേസ് എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. അവിടെ സഞ്ജുവിന് ഫസ്റ്റ് 6 ഓവറുകൾ എങ്ങനെയാണോ കഴിഞ്ഞ ലോകകപ്പിൽ ഇന്ത്യൻ ടീമിന് വേണ്ടി സംഭാവന ചെയ്തത് അതുപോലെ ഇവിടെ ഫ്രാഞ്ചൈസ് ക്രിക്കറ്റിലേക്ക് CSKയ്ക്ക് വേണ്ടിയിട്ട് നടത്തണം എന്ന് തന്നെയാണ് ആരാധകർക്ക് ആഗ്രഹം. വേറെ സംശയമൊന്നുമില്ല കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ ആ ഒരു തുടക്കം എന്താണോ CSKയ്ക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ കിട്ടാതിരുന്നത്, അവർക്ക് കഴിഞ്ഞ സീസണിൽ 14 മത്സരങ്ങളിൽ 10 മത്സരങ്ങൾ പരാജയപ്പെട്ട് വെറും 4 മത്സരങ്ങൾ മാത്രം ജയിച്ച പോയിന്റ് ടേബിളിൽ ഏറ്റവും അവസാനത്തെ സ്ഥാനത്ത് നിന്ന ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. അതിന് പോലും പല അനലിസ്റ്റുകളും പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ആദ്യത്തെ 6 ഓവർ എന്ന ഡിസൈഡിങ് ഫാക്ടറിൽ CSK വളരെ പിന്നോട്ടാണ്. റൺസ് കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്നു, പവർ പ്ലേസ് മുതലാക്കിയെടുക്കാൻ CSKയ്ക്ക് കഴിയുന്നില്ല, ബൗളിങ്ങിൽ നിരാശയാകുന്ന ഒരു ഘട്ടമുണ്ടാകുന്നു, ബാറ്റിങ്ങിൽ ആദ്യത്തെ 6 ഓവർ നോക്കുകയേ വേണ്ട. കാരണം ഒരു 40-42 മുകളിൽ പോലും എത്തിക്കാൻ ആദ്യത്തെ 6 ഓവറിൽ ഒരു റൺ റേറ്റ് 7 റൺസ് പെർ ഓവറിന് മുകളിലേക്ക് എത്തിക്കാൻ പോലും CSKയ്ക്ക് കഴിഞ്ഞില്ല. അതിനവർക്ക് എന്തായിരിക്കും ഒരു റീപ്ലേസ്മെൻറ്റ്? മാത്രമല്ല ധോണി ഇന്ന് റിട്ടയർ ചെയ്യും, നാളെ റിട്ടയർ ചെയ്യും, മറ്റന്നാൾ റിട്ടയർ ചെയ്യും എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ധോണിക്ക് പകരം കീപ്പിംഗ് ഗ്ലൗസിൽ ആര് വരുമെന്നുള്ള 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കാണ് CSK ഒരൊറ്റ പ്ലെയറിലുള്ള മറുപടി കൊടുത്തത്. ആ മറുപടി കൃത്യമായ മറുപടിയാണ്, വേറെ ഇതിനകത്ത് വേറെ ചോദ്യങ്ങളൊന്നും വരുന്നില്ല. ആ മറുപടിയാണ് സഞ്ജു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ മാത്രമല്ല CSK കാണുന്ന ഒരു ഫ്യൂച്ചർ ഡെപ്പോസിറ്റ് എന്ന രീതിയിൽ തന്നെയാണ് സഞ്ജുവിനെ അവർ പ്ലേസ് ചെയ്യുന്നത്. സഞ്ജുവിന് താഴെയായി ബാക്കിയൊരു ഫ്യൂച്ചർ ഡെപ്പോസിറ്റാണ് കാർത്തിക് ശർമ്മയെ 14 കോടി രൂപയ്ക്ക് CSK സ്വന്തമാക്കുകയും ചെയ്തത്. സോ ധോണിയുടെ അഭാവം CSK പതുക്കെ ഫാൻസിൽ നിന്നും മാറ്റി നിർത്തിയേ മതിയാവുകയുള്ളൂ. ഒരു പക്ഷേ എല്ലായ്പ്പോഴും ഇനി അടുത്ത സീസണിലും ധോണി ഇറക്കാം, ചിലപ്പോൾ അത് വീണ്ടും ഇറങ്ങാതിരിക്കാം. പക്ഷേ അതൊക്കെ ഉണ്ടെങ്കിൽ പോലും ധോണിയെ കൊണ്ട് ഇനി മൊത്തമായിട്ട് 20 ഓവർ ഫീൽഡ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ എപ്പോഴും ബാറ്റിങ്ങിന് ഇറക്കുക എന്ന നടപടിയാവില്ല. കഴിഞ്ഞ സീസൺ തൊട്ട് അവർ ചെയ്യുന്നത് എന്താണ്? ലാസ്റ്റ് ഓവറിൽ ധോണി വരിക അല്ലെങ്കിൽ അവസാനത്തെ 2 ഓവറുകൾ ഫേസ് ചെയ്യാൻ വേണ്ടി ധോണി എത്തുക എന്നുള്ള ആ ഒരു രീതിയിലേക്ക് CSK പതുക്കെ ധോണിയിൽ നിന്നും ഫാൻസിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം 5 തവണ IPL കിരീടം കൊടുത്ത
ക്യാപ്റ്റനാണ്. ഒരുപക്ഷെ ഇപ്പോഴും ചെന്നൈ ആരാധകരായിട്ട് പലരും നിൽക്കുന്നത് ധോണി ഉള്ളത് കൊണ്ടാണ്. മാനേജ്മെൻറ്റിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ധോണി. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് പതുക്കെ ഡിറ്റാച്ച്ഡ് ആവണം. അതോടൊപ്പം തന്നെ കൃത്യമായ റീപ്ലേസ്മെൻറ്റുകളും കൊണ്ടുവരണം. അതുകൊണ്ടാണല്ലോ സാം കറിനെയും രവീന്ദ്ര ജഡേജയും ട്രേഡ് ചെയ്തുകൊണ്ട് സഞ്ജു സാംസണിന് വേണ്ടി മാത്രമായിട്ട് അവർ വാങ്ങിയത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? സാം കറൻ ഈ IPL സീസണിൽ റൂൾഡ് ഔട്ട് ആവുന്നു. ജഡേജയാണ് ഇപ്പോൾ രാജസ്ഥാന് വേണ്ടിയിട്ട് കളിക്കാൻ പോകുന്നത്. പക്ഷേ ഒരു പെർഫെക്റ്റ് ഓൾറൗണ്ടർ ആയിരിക്കാം രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ജഡേജ. പക്ഷേ സഞ്ജു സാംസൺ ഉണ്ടാക്കിയ ആ ഒരു ഇമ്പാക്റ്റ് ജഡേജയ്ക്ക് ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് സാരം. അത് രാജസ്ഥാൻ നന്നായിട്ട് അറിയാം. എന്തായാലും ഇന്നത്തെ മത്സരം തൊട്ട് അത് വളരെ നിർണായകമായൊരു കാര്യം എന്ന് പറയുന്നത് ഇതുവരെ സഞ്ജുവിന് CSK ക്യാമ്പിൽ നിന്ന് കൊടുത്ത റിസപ്ഷൻ ഗംഭീരമായ റിസപ്ഷനാണ്, ഒരു തർക്കവുമില്ല കാര്യത്തിൽ. പക്ഷേ ഇനി അങ്ങോട്ട് സഞ്ജുവിന് ഓരോ മത്സരങ്ങളും നിർണായകമാകാൻ പോകുന്നത് ഫ്രാഞ്ചൈസിന് ഒരു ട്രസ്റ്റ് കീപ്പ് ചെയ്യുക എന്നുള്ളത് കൂടി തന്നെയാണ്. ആ ട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു പ്ലെയർ എന്ന രീതിയിൽ സഞ്ജുവിന് സാധിച്ചാൽ CSK എപ്പോഴും അറിയപ്പെടുന്നത് തങ്ങളുടെ നിർണായകമായ പ്ലെയേഴ്സിനെ ഒന്നും തന്നെ വിട്ടുകൊടുക്കില്ല എന്നുള്ളതാണ്. ഇത്തവണത്തെ രവീന്ദ്ര ജഡേജയും സാം കറിനും ഒക്കെ മാറ്റി നിർത്തിയാൽ ഇക്കഴിഞ്ഞ ഒക്കെ ലെഗസികളുടെ പ്രകാരം തന്നെ പ്രധാനപ്പെട്ട പ്ലെയേഴ്സിനെ വിട്ടുകൊടുക്കാറില്ല. എന്തിനേറെ പറയണം, ഒരു മാച്ച് കഴിഞ്ഞാൽ പോലും കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ടീമിനെ വെച്ചുകൊണ്ട് തന്നെ എത്രയോ മത്സരങ്ങൾ CSK പോയിട്ടുണ്ട്. ആ ടീമിനെ അടുത്ത സീസണിലേക്കും കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ട്. അവിടെ നിന്നുകൊണ്ട് ഒരിക്കലും സഞ്ജു ഇനി സ്വാഭാവികമായിട്ട് സ്ഥിരസാന്നിധ്യമായിട്ട് തന്നെ നിൽക്കുന്നു. ധോണിക്ക് റീപ്ലേസ്മെൻ്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അക്കാര്യത്തിലും തർക്കമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ധോണിയുടെ പരിക്ക് ആരാധകർക്ക് വലിയ വിഷമമാകാത്തത് കൃത്യമായ റീപ്ലേസ്മെൻറ്റ് അവരുടെ ഭാഗത്തുള്ളത് കൊണ്ട് തന്നെയാണ്. ആ റീപ്ലേസ്മെൻറ്റ് ഹാസ് ടു ബി പെയ്ഡ് ഓഫ്. അത് ഇന്നത്തെ മത്സരം തൊട്ട് കൃത്യമാകും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.